കുഞ്ഞാലിക്കുട്ടിക്കല്ലാതെ മറ്റൊരു നേതാവിന് മുസ്ലിം ലീഗിൽ സ്ഥാനമില്ല എന്ന് തോന്നിയിട്ട്, ഒരു സുരക്ഷിതത്വമില്ലായ്മ തോന്നിയിട്ട് ആരെങ്കിലും താങ്കൾക്കെതിരെ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചതാണ് എന്ന് കരുതിക്കൂടെ? അല്ല, വൺ മാൻ വൺ പോസ്റ്റ് പറഞ്ഞ സമയത്ത് ഇങ്ങനെ ചെയ്യണോ? അതല്ല, അതിമോഹമാണ്. അധികാരം നിലനിർത്താനും മുമ്പിൽ നിൽക്കുന്നതിനെ ഉന്തിയിട്ട് കയറാനും ഒക്കെയുള്ള ഒരു ദ്വര ഉണ്ടല്ലോ, അതാണ്. അതുപോലെ പണസമ്പാദനം. ഇപ്പം ഈ പിന്നെ വൈരാഗ്യം കൊണ്ടാണെങ്കിലും റൌഫ് പറഞ്ഞല്ലോ, ഇ.ടി. മുഹമ്മദ് ബഷീറിനെ ഡൽഹിക്ക് അയക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് പാർലമെൻറ്റ് സീറ്റ് കൊടുത്തത്, മുനീറിനെ മത്സരിപ്പിക്കാതെ ബഷീറിന് കൊടുക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു എന്ന്. അതുപോലെ ഈ അഹമ്മദ് സാഹിബിനെയും ഡൽഹിക്ക് അയച്ചു. അപ്പോൾ ഇതെല്ലാം ഏകഛത്രാധിപതിയായി കുഞ്ഞാലിക്കുട്ടിക്ക് ഇവിടെ വാഴാൻ വേണ്ടിയായിരുന്നു. എന്തൊരു തമാശയാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം പൊന്നാനി സീറ്റ് പിടിക്കലായിരുന്നു. ബാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇ.ടി. പറഞ്ഞോളൂ. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഏറ്റവും നല്ല ആൾ ഇ.ടിയാണ്. ഇപ്പോൾ താങ്കൾ പറയുന്നതനുസരിച്ച് താങ്കൾ ആദ്യമായി ഒരു ബോംബിട്ടു, അതിൻ്റെ അനുരണനങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾ പറയുന്നത് അതിലും വലിയ ബോംബ് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ്. അത് കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കും? ഞാൻ ബോംബിടാനൊന്നും നടക്കുന്നില്ല. ചില യാഥാർത്ഥ്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു, അത് സംബന്ധിച്ച വിവരങ്ങൾ വന്നിരിക്കുന്നു. നമ്മളെ ബോംബിട്ട് തകർക്കാനായിരുന്നു പരിപാടി. ഉമ്മൻചാണ്ടിൻ്റെ ജാഥ എത്തുമ്പോൾ ഒരു ബോംബ്, പിന്നൊരു ബോംബ്, അതിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ട് തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകാനായിരുന്നു പരിപാടി. അത് ആ ഇൻഫർമേഷൻ എൻ്റെതല്ല, ആ ഇൻഫർമേഷൻ പ്രതിപക്ഷ നേതാവിൻ്റെ. അപ്പോൾ ഈ വിവരങ്ങൾ പറയട്ടെ, ആ പ്രതിപക്ഷ അത് അദ്ദേഹം എനിക്ക് കൈമാറി. അദ്ദേഹം എനിക്ക് കൈമാറിയപ്പോൾ എന്ത് ചെയ്യണു എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ബോംബിട്ട് തകർത്തോളാം, അതിൽ ഞാൻ കരിഞ്ഞു പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. ഇത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനി എന്ത് ചെയ്യണം എന്നുള്ളതും അവർ തീരുമാനിച്ചു. ഈ വെളിപ്പെടുത്തലുകൾ കൊണ്ട് ചില തലകൾ ഉരുണ്ടാൽ താങ്കൾക്ക് അതിൽ ഉത്തരവാദിത്വമില്ല. കേരള രാഷ്ട്രീയം അട്ടിമറിഞ്ഞ് ഇവിടുത്തെ ജനങ്ങളുടെ ജനവിധി അട്ടിമറിക്കുന്നതിനേക്കാൾ അത് 2-3 തലകൾ അങ്ങ് ഉരുണ്ടാലും കുഴപ്പമില്ല. ഏതെങ്കിലും തരത്തിൽ UDFിൻ്റെ തെരഞ്ഞെടുപ്പിലെ സാധ്യതകളെ ഈ പറഞ്ഞ വിവാദം ബാധിക്കും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? UDFിൻ്റെ സാധ്യതകളല്ലേ ബാധിക്കാം. UDFിൻ്റെ സാധ്യതകളെ ബാധിക്കാനാണ് ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ. മനസ്സിലായില്ലേ? ആ സ്റ്റിംഗ് ഓപ്പറേഷനെതിരായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചതിൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന ഞാൻ നടത്തിയ മൂവ് UDFിന് മെച്ചമായിട്ടേ വരുള്ളൂ. UDFിന് മെച്ചോ LDFിന് മെച്ചോ എന്നുള്ളതല്ല. ഇത് പാടുണ്ടോ? ഇപ്പോൾ ഇത് പാടുണ്ടോ? ഇത് 5 കൊല്ലം ഭരണത്തിലിരുന്ന കാര്യത്തിൽ ഇന്ന് മലയാള മനോരമ എഡിറ്റോറിയൽ എഴുതിയ പോലെ അവരവരുടെ റിസൾട്ട് കൊണ്ട് ജനവിധി തേടണം, മറ്റുള്ളവരെ തകർക്കുക. ഇതൊക്കെ എവിടുത്തെ രാഷ്ട്രീയ? നോർത്ത് ഇന്ത്യയിലോ? പുതിയ വെളിപ്പെടുത്തലുകളിലെ ഇപ്പോൾ പഴയ ഒരു കേസിൽ പുതുതായി കാര്യമായി ഒന്നും വന്നില്ല വെളിപ്പെടുത്തലിലൂടെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ പുതിയൊരു കാര്യം വന്നത് ജുഡീഷ്യറിയെ സ്വാധീനിക്കാൻ താങ്കൾ റൌഫ് വഴി ശ്രമിച്ചു എന്നതാണ്. ആ കാര്യത്തെക്കുറിച്ച് താങ്കളുടെ വിശദീകരണം എന്താണ്? എത്ര ജുഡീഷ്യറിയെ, എത്ര ആളെ എൻ്റെ കോടതികൾ മുഴുവൻ പരിശോധിച്ചത് കുഞ്ഞാലിക്കുട്ടി പ്രതിയാണോ അല്ലേ എന്നാണ്. കാരണം അന്വേഷിയുടെ ശ്രീമതി അജിതയായിരുന്നു പെറ്റീഷണർ. അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, എന്നെ പ്രതിയാക്കണം. വേറെ ആര് പ്രതിയായോ ഇല്ലേ എന്ന് അവരുടെ പ്രശ്നമായിരുന്നില്ല. 10 വർഷം എല്ലാ പെറ്റീഷനും എനിക്കെതിരാണ്. 2, ഇൻവെസ്റ്റിഗേഷൻ, എല്ലാ അന്വേഷണങ്ങളും കുഞ്ഞാലിക്കുട്ടി പ്രതിയാണോ പ്രതിയല്ലേ എന്നുള്ളതാണ്. അല്ലാത്തൊരു വിഷയം കേരളം ചർച്ച ചെയ്തിട്ടില്ല. പോലീസ് അന്വേഷണത്തിൽ ഇനി നോക്കാൻ ബാക്കി വല്ലതുണ്ടോ? ഈ പറഞ്ഞ ഇൻസിഡൻറ്റിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? ഒരു സ്ഥലമുണ്ടോ? അല്ലെങ്കിൽ ഒരു കാലമുണ്ടോ? ഒരു ഡേ ഉണ്ടോ? പോട്ടെ, ഒരു വർഷമുണ്ടോ? ഈ പറഞ്ഞ ഇൻസിഡന്റിന് ഒന്നുമില്ല. അതാണ് നേരത്തെ പറഞ്ഞ വിധിയിൽ ഇനി നോ മോർ പബ്ലിക് ഇൻട്രസ്റ്റ് പെറ്റീഷൻസ്. പീറ്റർ ഓൺ ക്യാമറയിൽ വന്ന് പറഞ്ഞതിനെ കുറിച്ച് താങ്കളുടെ പ്രതികരണം? പീറ്റർ എനിക്കറിഞ്ഞൂടെ. അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞാൽ അല്ല ഒരു വ്യാജ CD ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ കാണുമ്പോൾ അത് അദ്ദേഹം എന്താ മുഴുവൻ കാണിച്ചൂടെ? ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടി പ്രതിയായിരുന്നില്ല. ആദ്യമായിട്ടാണ് താങ്കൾക്കെതിരെ ഒരു കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത് ഈ കോഴിക്കോട് സിറ്റി കമ്മീഷണർ. ആ കേസിനോടുള്ള താങ്കളുടെ പ്രതികരണം എന്തായിരിക്കും? താങ്കൾ സഹകരിക്കുമോ? താങ്കളെ ചോദ്യം ചെയ്യാൻ അനുവദിക്കുമോ? ഈ ആവശ്യത്തിന് വേണ്ടി എന്നെ പ്രതിയാക്കി കൊടുക്കാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ നിൽക്കുമോ എന്ന് എനിക്കറിഞ്ഞൂടാ. എന്നെ ഡയറക്റ്റായിട്ട് പെർജറിയുമായി അല്ലെങ്കിൽ പെർസേഷനുമായി പെൺകുട്ടികളെ പെർസേഡുകളിൽ ലിങ്ക് ചെയ്യാൻ ഒരു തെളിവ് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ വെല്ലുവിളിക്കും. പോലീസ് ഓഫീസർമാരെ നോക്കട്ടെ, ഞാൻ വെല്ലുവിളിക്കുന്നു.
അതായത് ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഏതെങ്കിലും കാലത്ത് ഞാൻ കോണ്ടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പൈസ, ഇതൊക്കെയാണല്ലോ പെർജറിയുടെ ക്ലോസ് ഇതാണ്, അവർക്കെതിരെ അവർക്ക് പൈസ കൊടുക്കുകയോ അവരെ സ്വാധീനിക്കാൻ വേണ്ടി വല്ലതും ചെയ്യുകയോ ചെയ്തു എന്ന് തെളിയിക്കുവാൻ വേണ്ടി ഞാൻ ലോകത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്നു. റൌഫ് ഉണ്ടാക്കിയ തെളിവുണ്ടാവും, അതിൻ്റെ ഉത്തരവാദിത്വം റൌഫിനാണ്, എനിക്കല്ല. റൌഫിൻ്റെ കൂടെ നടന്നവരുണ്ടാക്കിയ തെളിവുണ്ടാവും, അവർ സാക്ഷികളല്ല, റൌഫിൻ്റെ ആളുകളാണ്. കുഞ്ഞാലിക്കുട്ടി എന്ത് ചെയ്തു ഞാൻ അറിയാലോ. ഇദ്ദേഹം ബ്ലാക്ക്മെയിൽ ചെയ്യുമെന്ന് എനിക്കറിയാം. 7 കൊല്ലം 10 കൊല്ലം ഡോക്യുമെന്റ് എന്തിനാ വെച്ച് കോടതിയിൽ കൊടുത്ത ഡോക്യുമെന്റ്, കോടതിയിൽ കൊടുക്കാത്ത ഡോക്യുമെന്റ്, ഇതെന്തിനാ? എന്നെ സഹായിക്കാനായിരുന്നു ആ കാലത്ത് നിന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ് കോടതി കൊടുത്താൽ പോരെ, ഇതെന്തിനു കൊണ്ടു നടക്കണം? അപ്പോൾ ഡേ വൺ മുതൽ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യായിരുന്നു ഉദ്ദേശം. അതുകൊണ്ടാണ് മൊഴിയുടെ പിറകിൽ അദ്ദേഹം എന്ന് ഞാൻ പറയുന്നത്. ഒറിജിനൽ മൊഴിയുടെ പിറകിൽ അദ്ദേഹമാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം, അതിന് സാക്ഷികളുണ്ട്, തെളിവുണ്ട്, അതിന് ഇൻവെസ്റ്റിഗേഷനിൽ ഞാൻ കൊണ്ടുവന്നോളാം വേണമെങ്കിൽ. പക്ഷെ ആര് വിചാരിച്ചാലും എന്നെ പ്രതിയാക്കാൻ കഴിയില്ല. അറസ്റ്റ് ചെയ്യാം. അല്ല, അപ്പൊ കേസിനോടുള്ള താങ്കളുടെ പ്രതികരണം? അറസ്റ്റ് ചെയ്യാം. LDF ഗവൺമെന്റിന് കുഞ്ഞാലിക്കുട്ടിയെയും അറസ്റ്റ് ചെയ്തു എന്ന് ചെയ്യണമെങ്കിൽ അങ്ങനെ വല്ലതും ചെയ്യാം. Different people, one home. ManoramaOnline.com, your home